ചെറുതായിട്ട് ചെറിയൊരു ബിസിനസ് പ്രസന്റേഷനിലേക്ക് നമ്മൾ ഇതാ കടക്കുകയാണ്. ആൻഡ് ദിസ് ടൈം ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടെകം ഇന്നോവേറ്റ് ബിയോണ്ട് ദ സോഹോ പാർട്ട്ണർ അവരെ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മിസ്റ്റർ ജസ്റ്റിൻ is representing us on stage on behalf of ടെകം ഇന്നോവേറ്റ് ബിയോണ്ട് ദി സോഹോ പാർട്ട്ണർ. അവരെ വേദിയിലേക്ക് ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കാര്യം നൽകിക്കൊണ്ട് തന്നെ അവർ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങൾ ഇതാ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. TechGM Private Limited is one of the leading IT consulting company based in Perindalmanna, Kerala, helping businesses accelerate their digital transformation. As a SOHO authorized partner, the company specializes in implementing ERP solutions, business email, CRM, HR and payroll, e-commerce websites, mobile applications and custom business applications tailored to organizational needs. Now we will listen to Mr. Justin. Over to him. Yes. Good evening everyone. എൻ്റെ പേര് ജസ്റ്റിൻ ജോയൽ. ഞാൻ വർക്ക് ചെയ്യുന്നത് സോഹോ കോർപ്പറേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിലാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഇവിടെ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് തന്ന നമ്മുടെ TechGM ടീമിനും അതേപോലെ നമ്മുടെ എബിക് ഇന്ത്യ ടീമിനും നന്ദി പറഞ്ഞിട്ട് എൻ്റെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഇപ്പം നമുക്ക് റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും റീറ്റെയിലായിട്ട് കുറേ കണക്ടിവിറ്റി ഉണ്ട്. ബിക്കോസ് എല്ലാവരും എവറി ഡേ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട്, അതേപോലെ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് എന്നുള്ള കുറേ ഏരിയയിൽ നമ്മൾ പോകാറുണ്ട്. നമുക്ക് ഫ്രണ്ട് എൻഡിൽ നമുക്ക് റീറ്റെയിൽ ബിസിനസ് ജസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ബാക്ക് ഓഫീസിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളത്, ദെൻ അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇപ്പം നമുക്ക് ഒരു റീറ്റെയിൽ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അത് കുറേ ഇന്റേണൽ പ്രോസസ് ഉള്ള ഒരു ബിസിനസ്സാണ്. നമുക്ക് ഫ്രണ്ട് എൻഡിൽ സെയിൽസ് ഇരിപ്പുണ്ട്, ബാക്ക് എൻഡിൽ നമുക്ക് ഇൻവെന്ററി മാനേജ്മെന്റ്, അക്കൗണ്ടിങ്, അതേപോലെ നമുക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതായിട്ട് കണക്ടിവിറ്റി, ദെൻ കുറേ ഇന്റഗ്രേഷൻസ് എന്നുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ബട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള എല്ലാവർക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. അത് റീറ്റെയിൽ ബിസിനസ് ആയാലും ശരി, അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ് ആയാലും ശരി, നമുക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ടാവും. ഈ സോഫ്റ്റ്വെയർ നമുക്ക് നമ്മുടെ ബിസിനസ് ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പം നമുക്ക് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡിൽ ബില്ലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് ബാക്ക് എൻഡിൽ നമ്മുടെ സ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് മേ ബി അതിന് മറുപടി ഉണ്ടാവില്ല. അതേപോലെ നമുക്ക് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ നമ്മുടെ സോഫ്റ്റ്വെയറിൽ മേ ബി കാണും, ഇല്ലാന്നുണ്ടാവും. നമ്മൾ പർച്ചേസ് എൻട്രി ചെയ്യുന്നുണ്ട്, നമുക്ക് സപ്ലയർക്ക് എത്ര ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കണം, അതേപോലെ കസ്റ്റമർ നമുക്ക് എത്ര തരണം, നമ്മുടെ ഇന്നത്തെ നമ്മുടെ എക്സ്പെൻസ് എന്തായിരുന്നു, നമ്മൾ ടുഡേയ്സ് മാർജിൻ എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് അതിന് ആൻസർ ഉണ്ടാവില്ല. ദെൻ നമുക്ക് ഓൺലൈൻ ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് എത്ര ഓർഡർ വന്നായിരുന്നു, എല്ലാ ഓർഡേഴ്സും നമ്മൾ കസ്റ്റമറുടെ കയ്യിൽ എത്തിപ്പിച്ചിട്ടുണ്ടോ, അതേപോലെ നമുക്ക് CRM ആയിട്ട് ബന്ധപ്പെട്ട ലോയൽറ്റി, ഓഫർ മാനേജ്മെന്റ് ഇതൊക്കെ നമുക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ചോദിച്ചാലും നമുക്ക് ഈ ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഈ പ്രൊവിഷൻ ഉണ്ടെന്ന് ചോദിച്ചാൽ അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. ദെൻ ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ എല്ലാവർക്കും വാട്സപ്പ് ഇരിപ്പുണ്ട്. എല്ലാവരും വാട്സപ്പാണ് നമുക്ക് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ നോക്കുന്നത് വാട്സപ്പായിരിക്കും, എന്തൊക്കെ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ വാട്സപ്പിൽ നമ്മുടെ ബിസിനസ് എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്, ആ വാട്സപ്പ് നമ്മുടെ ബിസിനസ് ആയിട്ട് എങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്ന് ചോദിച്ചാലും അതും ക്വസ്റ്റ്യൻ മാർക്കാണ്. ദെൻ നമുക്ക് ഒരു ഡേ എൻഡ് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ക്യാഷ് ഫ്ലോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർലി കൗണ്ടർ ക്ലോസ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാലും, ദെൻ നമ്മുടെ സോഫ്റ്റ്വെയർ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാലും അത് നമുക്ക് മേ ബി അതിന് ആൻസർ ഉണ്ടാവില്ല. ദെൻ സ്റ്റോക്ക് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമുക്ക് സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഗുഡൗണിൽ സ്റ്റോക്ക് വന്നിട്ട് ഡെഡ് സ്റ്റോക്കായിട്ട് ഇരിക്കാൻ പാടില്ല, അതിന് മൂവ്മെന്റ്സ് ഉണ്ടാവണം. ഈ മൂവ്മെന്റ്സ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഫണ്ട് ഫ്ലോ കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. ബട്ട് ഈ സ്റ്റോക്ക് തന്നെ നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയറിൽ അതിനുള്ള യാതൊരു
നമ്മുടെ ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടത്തില്ല. സോ ഇത്രയും ഇഷ്യൂസ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൽ മേ ബി നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇതൊരു ഇഷ്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. നമുക്കൊരു കറക്റ്റ് സൊല്യൂഷൻ, നമ്മുടെ കയ്യിൽ ഒരു കറക്റ്റ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് ഓഫീസ് പ്രോസസ്സ് നമുക്ക് ഒരു സ്ട്രീം ലൈൻ ആക്കാൻ പറ്റും. അങ്ങനെ സ്ട്രീം ലൈൻ ആക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് ഓട്ടോമാറ്റഡ് ആയിട്ട് നമുക്ക് ഗ്രോ അപ്പ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയും ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ ഇതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് വരുന്നത് സോഹോ പോസ് എന്ന് പറയുന്നത്. ഈ സോഹോ പോസ് എന്ന് പറയുന്നത് നോർമൽ ഒരു പോസ് അല്ല, ഇതൊരു മോഡേൺ റീറ്റെയിൽ പോസ് ആണ്. ഇതൊരു മോഡേൺ റീറ്റെയിൽ പോസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ എൻറ്റയർ ഓപ്പറേഷൻസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് 1 by 1 കാണാം. ഇപ്പം സോഹോ പോസ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് 2 രീതിയിൽ കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ട്, മറ്റൊരെണ്ണം സർവീസ് ഓറിയന്റഡ് ആയിട്ടാണ്. ഈ പ്രോഡക്റ്റ് ബേസ്ഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അതേപോലെ നമ്മുടെ അപ്പറൽ ബിസിനസ്സസ്, ദെൻ ഫർണിച്ചർ ഷോപ്പ്, ഫാൻസി ജുവലറി എന്നുള്ള ബിസിനസ്സുകളിൽ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്നതാണ്. ദെൻ സെയിം ടൈമിൽ സർവീസ് ഓറിയന്റഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫുഡ് ആൻഡ് ബിവറേജസ്, ദെൻ സലൂൺ, ദെൻ നമ്മുടെ തിയേറ്റേഴ്സ്, ദെൻ ടൂറിസം എന്നുള്ള ഏരിയകളിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുത്താൻ പറ്റുന്നതാണ്. ദെൻ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആ ഒരു സിംഗിൾ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെയാണ് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ബാക്ക് ഓഫീസിലുള്ളത് ജസ്റ്റ് പ്രൊക്യൂർമെന്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പർച്ചേസ് എൻട്രി, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്, അതേപോലെ നമ്മൾ നമ്മുടെ ഇൻവെന്ററി മാനേജ് ചെയ്യുന്നത്, ദെൻ ഫ്രണ്ട് എൻഡിൽ ബില്ലിംഗ്, ദെൻ അതിന്റെ ചെക്ക് ഔട്ട്, ദെൻ ബാക്ക് ഓഫീസിൽ ഒരു അക്കൗണ്ട്സ് ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുന്നത്, ദെൻ അതേപോലെ നമുക്ക് ഓൺലൈൻ ബിസിനസ് കാണുന്നതായിരിക്കും. ആ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ള എല്ലാ പരിപാടികളും നമുക്കൊരു സിംഗിൾ ബേസ് സോഫ്റ്റ്വെയറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഉള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് AI എന്നുള്ള ഈ ഒരു പ്രോസസ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എങ്ങനെ കണക്ട് ചെയ്യാം, ദെൻ സെയിം ടൈമിൽ ഈ AI എന്നുള്ള ടെക്നോളജി നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ മാനുവൽ പ്രോസസ്സ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നമ്മുടെ സോഹോ പോസ് വളരെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോഹോയിൽ തന്നെ സോഹോ MCP സെർവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ സെർവർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഈസിലി നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ChatGPT, ക്ലോഡ് എന്നുള്ള ആപ്ലിക്കേഷനായിട്ട് നമ്മുടെ സെർവർ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻറ്റയർ നിങ്ങളുടെ പ്രോസസ്, ഒരു പർച്ചേസ് എൻട്രി അല്ലെങ്കിൽ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിപ്പോർട്ട് അനലൈസ് ചെയ്യുന്നത്, ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ChatGPT അതേപോലെ ക്ലൗഡ് ത്രൂ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിന്റെ മറുപടി എടുക്കാൻ പറ്റുന്നതാണ്. ദെൻ സോഹോ പോസ് എന്ന് പറയുന്ന സമയത്ത് 100% ബാക്ക് ഓഫീസ് ഫുള്ളി ക്ലൗഡ് ആപ്ലിക്കേഷൻ ആണ്. ഇത് ബ്രൗസർ ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ദെൻ ഫ്രണ്ട് എൻഡിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിൻഡോസ് ബില്ലിംഗ് അവൈലബിൾ ആണ്, എന്ന് വെച്ചാൽ ടച്ച് പോസ് ബില്ലിംഗ് അവൈലബിൾ ആണ്. ദെൻ മൊബിലിറ്റി ബില്ലിംഗ് നമുക്ക് ആൻഡ്രോയിഡിൽ ഉപകാരപ്പെടുത്താൻ പറ്റും, അതേപോലെ iOS ഡിവൈസുകളിൽ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റുന്നതാണ്. ദെൻ എവറി ഓർഡർ നമ്മൾക്ക് എപ്പോഴും മേ ബി നമ്മുടെ ഷോപ്പിൽ ഇരിക്കാൻ പറ്റത്തില്ല. ദെൻ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ഒരു മാനേജർ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. അപ്പൊ അതേപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാൻഡി ഡിവൈസിൽ നമുക്ക് ബിസിനസ് മാനേജർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിന്റെ ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ടുഡേ സെയിൽസ് എന്താണ്, ദെൻ പർച്ചേസ് എന്താണ്, നമ്മുടെ ഇൻവെന്ററി ഇപ്പൊ എങ്ങനെ പോകുന്നുണ്ട്, എന്താണ് നമ്മുടെ അക്കൗണ്ട്സ് എന്നുള്ളത് നിങ്ങൾക്ക് റിയൽ ടൈം ആയിട്ട് എവിടെ വെച്ചാണെങ്കിലും ജസ്റ്റ് അറിയാൻ പറ്റുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താണ് സോഹോ പോസ് എന്നുള്ള ഒരു ബേസ് നിന്നിട്ട് നമുക്ക് എൻറ്റയർ ബിസിനസ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ നമ്മൾ ജസ്റ്റ് ഇരിപ്പുണ്ട്. അതേപോലെ നമ്മുടെ സോഹോയ്ക്ക് കുറച്ച് ഇക്കോസിസ്റ്റം അവൈലബിൾ ആണ്. ഈ ഇക്കോസിസ്റ്റമായ നമുക്ക് സോഹോ ഇ-കൊമേഴ്സ്, സോഹോ ബുക്സ്,
സോഹോ അനലൈറ്റിക്സ്, അതേപോലെ സോഹോ CRM നമ്മുടെ സോഹോ പോസ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് അക്കൗണ്ടിങ് വേണ്ടി ജസ്റ്റ് വേറെ സോഫ്റ്റ്വെയർ ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യേണ്ടി വരുന്നില്ല. അതേപോലെ നമ്മുടെ റിപ്പോർട്ടിംഗ് പർപ്പസ് നമുക്ക് അനലൈസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വേറൊരു ടൂൾ വേണ്ടി വരുന്നില്ല. അതേപോലെ നമുക്ക് ജസ്റ്റ് e-commerce ഇരിപ്പുണ്ട്, നമ്മുടെ ബിസിനസ് നമ്മുടെ ഓൺലൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള പ്രൊവിഷൻ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ തേർഡ് പാർട്ടി ഇന്റഗ്രേഷൻ പറയുന്ന സമയത്ത് നമുക്ക് ഏത് ERPയുടെ കൂടെയും സോഹോ പോസ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഷിപ്പിംഗ് കാരിയേഴ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഡൽഹി വരി, എക്സ്പ്രസ് ബീസ് എന്നുള്ള ഷിപ്പിംഗ് പാർട്ട്ണറുടെ ഇതായിട്ട് നമ്മുടെ സോഹോ പോസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഒരു സെയിൽസ് ഓർഡർ വന്നാലും അത് നമ്മൾ സെയിൽസ് ബില്ലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്നത്, ദെൻ അത് ഇപ്പോൾ എവിടെയാണ് നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നുള്ളത് നമ്മുടെ സോഹോ പോസ് ത്രൂ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് പേയ്മെന്റ് ഗേറ്റ്വേ, നമ്മുടെ പൈൻലബ്, പേടിഎം, അതേപോലെ നമ്മുടെ ഫോൺ പേ, ദെൻ സോഹോക്ക് തന്നെ സോഹോ പേയ്മെന്റ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അതുകൂടി നമ്മുടെ സോഹോ പോസ്റ്റിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ത്രൂ നമുക്ക് UPI, നെറ്റ് ബാങ്കിങ്, ദെൻ അതേപോലെ കാർഡ് ത്രൂ പേയ്മെന്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ സെയിം ടൈം നമുക്ക് SMS, വാട്സ്ആപ്പ് നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ അവൈലബിൾ ആണ്. ദെൻ സിമ്പിൾ ആയിട്ട് ഒരു കൂടുതൽ സമയം എടുക്കാതെ നമ്മുടെ പ്രോഡക്റ്റ് ഓവർവ്യൂ, നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ജസ്റ്റ് ഓവർവ്യൂ കാണിക്കുകയാണ്. നമുക്ക് ക്ലിയർ ആവുന്നില്ല ഇമേജസ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലൗഡ് പേജ് ആണ്. നമ്മുടെ ഐറ്റം ക്രിയേഷൻ പേജ് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഐറ്റംസ്, ദെൻ അതിന്റെ കാറ്റഗറീസ്, റീഓർഡർ ലെവൽസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ വെണ്ടർ മാനേജ്മെന്റ്, ഒരു സിംഗിൾ പേജ് നിന്നിട്ട് തന്നെ നമുക്ക് വെണ്ടർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് എത്ര കൊടുക്കാൻ ഉണ്ട്, എത്ര കൊടുത്തിട്ടുണ്ട്, എത്ര പർച്ചേസ് ഓർഡർ പെൻഡിങ് ആണ് എന്നുള്ള എവരി കാര്യങ്ങൾ നമുക്ക് സിംഗിൾ പേജിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ നമുക്ക് ഇപ്പം മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ഇരിപ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ചെയിൻ ബിസിനസ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ചെയിൻ ബിസിനസ് നമുക്ക് ഒരു വെയർ ഹൗസും അതേപോലെ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെയർ ഹൗസ് മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്തും നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ഉപകാരപ്പെടുത്താൻ പറ്റുന്നതാണ്. ദെൻ ഈസി ആയിട്ട് നമ്മുടെ ഇതാണ് ബില്ലിംഗ് വിൻഡോ. ഇത് നമ്മുടെ വിൻഡോസ് ടച്ച് പോസ്റ്റിൽ കിട്ടുന്ന ഒരു വിൻഡോയാണ്. ഇതിന്റെ സെയിം നമുക്ക് ഇപ്പോൾ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായിട്ടും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അഡ്മിൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അതിന്റെ നമ്മുടെ ടോപ്പ് സെല്ലിംഗ് പ്രോഡക്റ്റ് എന്താണ്, നമ്മുടെ ടോപ്പ് സെല്ലിംഗ് കാറ്റഗറീസ് എന്താണ്, ദെൻ നമ്മുടെ എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ലോ സ്റ്റോക്ക് ആണ്, എന്തൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഓവർ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നമ്മുടെ പേപ്പറിൽ ഹെഡ്ലൈൻ കാണുന്ന രീതിയിൽ നമുക്ക് ഡാഷ്ബോർഡിൽ ഈസി ആയിട്ട് അഡ്മിന് കാണാൻ പറ്റുന്നതായിരിക്കും. ദെൻ ഇത് റിപ്പോർട്ടിംഗ് വ്യൂ ആണ്. നമ്മുടെ ഇതിൽ 2 ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സ് അവൈലബിൾ ആണ്. ആൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിൽ പ്രീ ഡിഫൈൻഡ് റിപ്പോർട്ട്സ് കാണുന്നതായിരിക്കും. ആ റിപ്പോർട്ട്സ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ദെൻ സെയിം ടൈമിൽ സപ്പോസ് നിങ്ങൾക്ക് ഒരു പുതിയ ഒരു റിപ്പോർട്ട് വേണം, 2 റിപ്പോർട്ട്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് റിപ്പോർട്ട്സ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇത് ബിസിനസ് മാനേജർ, ആൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഓണറുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു മാനേജറാണ്. നിങ്ങളുടെ ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ദെൻ നമ്മുടെ USPS എന്ന് പറയുന്ന സമയത്ത് ഇത് ക്ലൗഡ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് 100% എപ്പോഴും ഇന്റർനെറ്റ് വേണ്ടി വരുന്നില്ല. നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെയും നമുക്ക് സെയിൽസ് റിട്ടേൺ, സെയിൽസ് ഓർഡർ എന്നുള്ള ആ ഫ്രണ്ട് എൻഡ് പ്രോസസ്സ് നമുക്ക് 100% യാതൊരു സ്റ്റോപ്പും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ സെയിം ടൈമിൽ നമുക്ക് എന്ത് തേർഡ് പാർട്ടി നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ സോഫ്റ്റ്വെയർ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന API പ്രൊവിഷൻസ് അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനായിട്ട് ഒരാൾ വേണം. ഇല്ല നമ്മുടെ സ്റ്റാഫ് ജോലി നിർത്തിപ്പോയി, അടുത്തൊരു പുതിയ സ്റ്റാഫ് വരുന്നുണ്ട്, അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളതില്ല. ബിക്കോസ് നമ്മുടെ സോഫ്റ്റ്വെയർ വളരെ ചെറുതായിട്ട് സിമ്പിൾ വർക്ക് ഫ്ലോ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ ഒരാൾക്ക് ഈസി ആയിട്ട് ഇത് ലോഗിൻ ചെയ്താൽ അതിൽ എന്തൊക്കെ പ്രൊവിഷൻസ് ഇരിപ്പുണ്ട്, ഇത് എങ്ങനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം എന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സോഫ്റ്റ്വെയർ പോലെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് കൂടുതൽ കോൺഫിഗറേഷൻ കൊടുത്തിട്ട് നിങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻ അല്ല. ഇതാണ് നമ്മുടെ പ്രൈസിങ്. നമ്മുടെ 3 എഡിഷൻസ് ഇരിപ്പുണ്ട്.
സ്റ്റാൻഡേർഡ്, പ്രൊഫഷണൽ, പ്രീമിയം. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്, നമുക്ക് ഇയർലിയും ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ സക്സസ് സ്റ്റോറീസ് പറയുന്ന സമയത്ത് നമുക്കറിയാം, രാമചന്ദ്രൻ നമ്മുടെ കേരള ബേസ്ഡ് കസ്റ്റമർ, ഇവർക്ക് ജസ്റ്റ് 12 ഔട്ട്ലെറ്റ്സിൽ നമ്മുടെ സോഫ്റ്റ്വെയർ സോഗോപാസ് അവർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എൻ്റെ പ്രോസസ്സ് നമ്മുടെ സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. ദെൻ അവർക്ക് SAP ERP ആപ്ലിക്കേഷനിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടെ ബില്ലിംഗ് ഫ്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എത്ര ബില്ലിംഗ് വന്നാലും നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ ലാഗാവാതെ നല്ല രീതിയിൽ ജസ്റ്റ് റൺ ചെയ്യുകയാണ് അവർ. അതേപോലെ ദ എൻഡ് എന്നുള്ള ഒരു ബ്രാൻഡ്, ഇത് നമുക്ക് ജസ്റ്റ് ലോക്കലിലുള്ള ഒരു ബ്രാൻഡാണ്, ഒരു അപ്പറൽ ബിസിനസ് ആണ്. ഇവരും നല്ല രീതിയിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമുക്ക് ഒരുപാട് നമ്മുടെ സക്സസ് സ്റ്റോറീസുള്ള കസ്റ്റമേഴ്സ് ഇരിപ്പുണ്ട്. ബട്ട് വളരെ ടൈം കുറവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. ബൈ ഗാഡ് ഗ്രേസ് നമ്മുടെ എല്ലാവരുടെ ബിസിനസ്സും നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. Yes, so thank you so much, Mr. Justin.